Zero income tax for startups. ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ നിങ്ങളിൽ പലരും ഇതുപോലൊരു പോസ്റ്റർ പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ DPIIT റെക്കഗ്നിഷൻ വഴി ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് 100% ടാക്സ് എക്സംഷൻ. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഇൻകം ടാക്സ് ആക്ടിലെ 80IAC ആസ് പെർ ന്യൂ ആക്ട് സെക്ഷൻ 140 ഈ ഒരു എക്സംഷൻ ഡിസ്കസ് ചെയ്യുന്നത്. 100 CR താഴെ ടേൺ ഓവറുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഓർ LLPസിനാണ് ഈ ഒരു എക്സംഷൻ കിട്ടുന്നുള്ളൂ. പക്ഷേ DPIIT റെക്കഗ്നിഷൻ എടുക്കുന്ന ഇത്തരം സ്റ്റാർട്ടപ്പ് എൻറ്റിറ്റീസിന് എല്ലാവർക്കും ഈ ഒരു റെക്കഗ്നിഷൻ വഴി ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിഡക്ഷൻ കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് IMB സർട്ടിഫിക്കേഷൻ? DPIIT റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഒരു പ്രീറിക്വസിറ്റ് മാത്രമാണ്. സെൻട്രലിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പല സ്റ്റാർട്ടപ്പ് സ്കീമുകൾക്കും DPIIT റെക്കഗ്നിഷൻ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ടാക്സ് ഹോളിഡേ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ IMB സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. ഇന്റർ മിനിസ്റ്ററൽ ബോർഡിന്റെ IMB സർട്ടിഫിക്കേഷൻ ഇത് DPIIT റെക്കഗ്നിഷൻ പോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണോ? ദ ആൻസർ ഈസ് നോ. എന്തൊക്കെയാണ് ഒരു എലിജിബിൾ സ്റ്റാർട്ടപ്പ് ആവാനുള്ള കണ്ടീഷൻസ്? നിങ്ങളുടെ എൻറ്റിറ്റി ഒരു LLP ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ 100 CRന് താഴെ മാത്രം വന്നാൽ മതിയോ? പോരാ. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇന്നോവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്കെയിലബിൾ ആയിരിക്കണം. ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ടെക്നോളജി റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസ് ഉള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് അല്ല. ഇനിയല്ല, നിങ്ങൾക്കൊരു സ്കെയിലബിൾ ആയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് IMB സർട്ടിഫിക്കേഷൻ ലഭിക്കുകയില്ല. ഡ്യൂ ടു ദീസ് റീസൺസ് ഇന്ത്യയിൽ ഇതുവരെ മോർ ദാൻ 2 lakh DPIIT റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ഉണ്ടെങ്കിലും അറൌണ്ട് 3700 സ്റ്റാർട്ടപ്സ് മാത്രമാണ് ടാക്സ് ഹോളിഡേ എക്സംഷൻ എലിജിബിൾ ആയിട്ടുള്ളത്.